ഈ കാസിനോയിൽ ചൂതാട്ടം കളിക്കുന്നതിനിടയിൽ ഇയാൾ ഡീലർ രഹസ്യമായി ഡൈസിലെ നമ്പറുകൾ മാറ്റുന്നത് ശ്രദ്ധിച്ചു. ചതി മണത്ത അയാൾ ഉടൻ തന്നെ തന്റെ ബാക്കിയുള്ള ചിപ്പുകളെല്ലാം 12ാം നമ്പറിൽ വെക്കുകയും വലിയൊരു തുക വിജയിക്കുകയും ചെയ്തു. ഇതുകണ്ട് പ്രകോപിതനായ കാസിനോ ഉടമ പണം തിരിച്ചുപിടിക്കാനായി തന്റെ ഏറ്റവും മിടുക്കരായ കളിക്കാരെ അയച്ചു. അടുത്ത റൗണ്ട് കളിക്കുമ്പോൾ അയാളുടെ കാർഡുകൾ പകർത്താൻ കാസിനോ രഹസ്യ ക്യാമറകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ വളരെ തന്ത്രപരമായി കാർഡുകൾക്കിടയിൽ ഒരു ടൂത്ത്പിക്ക് വെച്ച് ക്യാമറകളെ തെറ്റിദ്ധരിപ്പിക്കുകയും അതിലും വലിയൊരു തുക വിജയിക്കുകയും ചെയ്തു. ഇതോടെ ഉടമ തന്റെ ഏറ്റവും അപകടകാരിയായ കളിക്കാരനായ ഒരു കണ്ണുള്ളവനെ കളത്തിലിറക്കി. അയാളെ നേരിടാൻ പ്രത്യേക കഴിവുകളുള്ള ജാക്ക് എന്ന തന്റെ പങ്കാളിയെ അയാൾ വിളിച്ചു. ഡീലറുടെ കാൽക്കീഴിൽ ഡൈസിലെ നമ്പറുകൾ മാറ്റാൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു മെഷീൻ ജാക്ക് കണ്ടെത്തി. ജാക്ക് തന്റെ ശക്തി ഉപയോഗിച്ച് ആ മെഷീനിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാക്കുകയും ഡീലർക്ക് ശക്തമായ ഷോക്കടിക്കുകയും ചെയ്തു. തുടർന്ന് ഒറ്റക്കണ്ണനും ജാക്കും ഡൈസിനെ നിയന്ത്രിക്കാനായി തങ്ങളുടെ അമാനുഷിക ശക്തികൾ ഉപയോഗിച്ച് പോരാട്ടം നടത്തി. ചതി അവസാനിക്കില്ലെന്ന് കണ്ട ജാക്ക് തന്റെ അയൺ ഹെഡ് വിദ്യ ഉപയോഗിച്ച് മേശ തകർക്കുകയും ഡൈസുകൾ ഉടയ്ക്കുകയും ചെയ്തു. ഇതോടെ വിജയിയെ തീരുമാനിക്കാൻ ഉടമ 2 പേർ വീതമുള്ള ഒരു അവസാന റൗണ്ട് പ്രഖ്യാപിച്ചു. അവസാന കളിയിൽ ഒറ്റക്കണ്ണൻ തന്റെ കണ്ണിലെ സെൻസർ ഉപയോഗിച്ച് കാർഡുകൾ നോക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾ അവ തന്റെ ഉള്ളംകൈകൾക്കിടയിൽ ഒളിപ്പിച്ചു. ഒറ്റക്കണ്ണന് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അയാൾ തോറ്റു. ജാക്ക് തന്റെ വിജയിച്ച കാർഡ് തുറന്നു കാട്ടിയതോടെ കാസിനോ പൂർണ്ണമായും പരാജയപ്പെട്ടു. സബ്സ്ക്രൈബ് ചെയ്താൽ നാളെ കാണാം.